ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടമല്ലേ? പറഞ്ഞൂടെ ഗൈസ്, എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. ഓന്ത് മാറുകൂടെ ഇതുപോലെ നിറം? ഓന്തിന് ഇതിന്റെ അപ്പുറം നിറം മാറാൻ എന്തെങ്കിലും കഴിവുണ്ടോ? അമ്മാതിരി രീതിയിലാണ് നമ്മുടെ ഗംഗുക്കുട്ടി നിറം മാറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റ് ഞാൻ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും. 5 മണിക്ക് എണീറ്റാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. ഇതാര് പ്രീവിയസ് ഹിസ്റ്ററിയിൽ. എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. അന്യറമാമ്പി കളിക്കുന്ന അടിയതീ. പിന്നെ അതുപോലെ നേരെ കൂട്ടുന്ന നീ വാരി പതറുന്നുണ്ട് കൊച്ചു കള്ളി കുറുമ്പി. ഒരു കമന്റ് കൂടി കാണിച്ചു തരാം. കല്യാണം കഴിഞ്ഞവരോടെ നോർമൽ അല്ലെന്ന് തോന്നുന്നു, അബ്നോർമൽ ആയെന്നാണ് നാട്ടുകാർക്ക് വരെ തോന്നി തുടങ്ങിയിട്ടുള്ളത്. ഇത് എന്തുവാടേ? എന്തിനാണ് ഈ ക്യൂട്ട്നെസ് വാരി എറിയുന്നത്? അത് പോട്ടെ, അവളെ കയ്യിലിരിപ്പല്ല കുന്തലിപ്പ്, അത് പോട്ടെ. പക്ഷേ എന്തിനാണ് ഇമാതിരി ഊള ജാട കാണിക്കുന്നത്? അയ്യോ 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 അയ്യോ. മിക്കവാറും അപ്പൂട്ടല്ലേ, അപ്പൂട്ടൻ്റെ കൊട്ടാര വീട്ടിൽ അപ്പൂട്ടൻ്റെ വീട്ടുകാർ മിക്കവാറും നിന്നെ അടിച്ച് വെളിയിലിറക്കും. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. നിന്റെ ഇമാതിരി കണകണ വർത്തമാനങ്ങൾ പലതും പഴയത് അവരെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ അതോടെ അടിച്ച് പുറത്താക്കും. അമ്മാതിരി രീതിയിലാണ് നീ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എല്ലാ വീട്ടിലും എല്ലാ കുക്ക് ചെയ്യാൻ അറിയാന്നുള്ള നിനക്ക് ഇപ്പുറത്ത് വന്നപ്പോൾ അയ്യോ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. ആദ്യം ചട്ടിയും പാത്രം എടുത്ത് കഴുകിയിട്ട് അങ്ങോട്ട് തുടങ്ങടി. അപ്പൊ നിങ്ങൾ പറയും, നീ എന്ത് ചിന്താഗതിയോടാ? പെണ്ണുങ്ങളെല്ലാം വീട്ടിലെ ജോലി ചെയ്യണമെന്നാണോ നിന്റെ ചിന്താഗതി? ഒരിക്കലും ഇല്ല. ഞാൻ ഇവിടെ അമ്മയ്ക്ക് കിടന്ന് നന്നായിട്ട് സഹായിക്കും, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ. അറിയാവുന്ന പോലെയൊക്കെ സഹായിക്കും. കൂടുതൽ അടുപ്പിക്കില്ല അടുക്കളയിൽ, ഞാൻ അടുക്കള തീയിടും. അതുകൊണ്ട് കൂടുതൽ അടുപ്പിക്കില്ല, എന്നാലും പറ്റുന്ന രീതിയിൽ സഹായിക്കും. ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ പാടില്ലെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഇവള് പറയുന്ന പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ കുന്തളിപ്പം കൂടി കണ്ടു കഴിഞ്ഞാൽ ചൊറിഞ്ഞു വരും. അതുപോലെ ചിലവർ പറയും, എടാ നിനക്ക് മറ്റുള്ളവരുടെ കാര്യത്തിന്റെ വീട്ടിന്റെ അകത്തുള്ള അടുക്കളയിലുള്ള കാര്യമല്ലാതെ വേറെ ഒന്നും സംസാരിക്കാൻ ഇല്ലടാ എന്ന് ചോദിക്കുന്നവരെടുത്ത് മറ്റുള്ളവരുടെ അടുക്കള കാര്യം കൊണ്ട് നാട്ടുകാർ കാണാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ച് സംസാരിക്കും കേട്ടോ. അതുകൊണ്ട് അമ്മാതിരി ഊള കമന്റ് നിരോധിച്ചിരിക്കുന്നു. ഇനി ഇടണമെന്ന് താല്പര്യമാണ് ഇട്ടിട്ട് പോടേ, കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് ഗ്ലാമി ഗംഗ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്കറിയാം നിന്നെ ഗംഗ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ചേച്ചിയാണ് ഇവിടെ എല്ലാം വന്ന് ചെയ്യണത്. ചേച്ചി അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യണത്. എനിക്ക് പിന്നെ രാവിലെ എണീച്ചിട്ടുള്ള ശീലമൊന്നുമില്ല. ഞാൻ പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ചേച്ചിയാണ് എല്ലാം ചെയ്യുന്നത്, ചേച്ചിക്കാണെല്ലാം അറിയാവുന്നുള്ള. എനിക്ക് രാവിലെ എണീറ്റ് പാചകം ചെയ്ത് ശീലമൊന്നുമില്ല. എടി മൂക്കൊണ്ട് സംസാരിക്കാതെ വാ കൊണ്ട് സംസാരിക്കടി. മൂക്കില്ലാത്ത ഞാൻ വരെ വാ കൊണ്ട് സംസാരിക്കണം, പിന്നെ നിനക്ക് തന്നെ അടി മൂക്കൊണ്ട് സംസാരിക്കണം. അവള് അയ്യോ ക്യൂട്ട്നെസ് ആയിരിക്കും, ചെല്ലമായിരിക്കും വാരിയറിയും നമ്മോട്. മനസ്സിലായി മോളുടെ ചെല്ലം കുറച്ച് കൂടുന്നുണ്ട്. അയ്യോട്ടോ ക്യൂട്ട്നെസ് ആയിരിക്കും. ക്ലാമി തുടികൾ ഗംഗ യേശുദാസിനെ സമ്മതിക്കണം. അപ്പം നിന്റെ മൂക്കൊണ്ടുള്ള ഇത്ര ഇങ്ങനെ വരപ്പം നിർത്തിയിട്ട് വാഗണ്ട് സംസാരിക്കാൻ പിടിക്കടിയാത്. അവളൊന്നും ചെയ്യില്ല. അയ്യോ രാവിലെ 5 മണിക്ക് എണീറ്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെയാ, ഞാൻ ബേസിക്കലി ഞാൻ പണ്ടേ റിച്ച് ആയിട്ട് വളർന്ന. എടാ നീ ഒന്നും ഇല്ലാണ്ട് ഒരു ലെവലിൽ നിന്നും ഒരു സംഭവം ഇല്ലാണ്ട് തുടങ്ങി വെച്ച് ഇന്ന് ഈ ലെവലിലായതാണ്. നീ വന്നിട്ട് ഇമാതിരി കുന്തളിപ്പ് വർത്താനം പറയുമ്പോഴേ ചൊറഞ്ഞാണ് വരുന്നത് എനിക്ക് കേട്ടോ. ഉള്ള കാര്യം പറയാം. അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് രാവിലെ എണീറ്റുള്ള ശീലമൊന്നുമില്ല. ഞാൻ പിന്നെ മറ്റേ പട്ടുമത്തയിൽ കിടന്നുള്ള ശീലം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ വലിയ ആളാണ്. എന്തുവാ അയ്യോ. ഇനി നമുക്ക് പഴയതിലോട്ട് പോവാം. കൂട്ടനസ് കുട്ടിയുടെ പഴയ വീഡിയോയിലോട്ട് പോവാം. അപ്പോ ചപ്പാത്തി ഒക്കെ ചുടേണ്ടി എന്റെ മക്കൾ എന്തിനു ചെയ്തേര്. ഗൈസ്, നമ്മള് അപ്പം ചുട്ടോണ്ടിരുന്നപ്പോ കറണ്ട് പോയി. പക്ഷെ ഞാൻ അപ്പം ഒക്കെ ചുട്ടെടുത്ത് ഞാൻ സെർവ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഇടട്ടെ. മാളു പാതറ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണ് അപ്പം, മുട്ടക്കറി, പനീർ ബുർജി. ആർക്കും ഒരു എക്സ്പ്രഷൻ ഇവിടെ കിടന്ന് പട്ടി കാണിക്കാന്നുള്ളൂ. നോക്കട്ടെ എത്ര അപ്പം? 3 അപ്പം. അപ്പൊ നിനക്ക് ഉണ്ടാക്കാൻ അറിയാം എന്ത് അപ്പം. അയ്യോ എനിക്ക് രാവിലെ 5 മണിക്ക് എണീറ്റുള്ള ശീലമൊന്നുമില്ല. ഞാൻ പിന്നെ മറ്റേ തക്കോട്ട് വാവയാണ്. ഞാൻ പിന്നെ കൂട്ടിനസ് ഓവറിലോട്ട് ക്രിഞ്ചാണ് ഞാൻ. എനിക്ക് പോണി തള്ളാതെ എന്ത് പാടി നീ ഇങ്ങനെ കുറുമ്പ് കാണിക്കല്ല.
അപ്പൂട്ടൻ്റെ അടുത്ത് പറ, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ്റെ അടുത്ത് പറ. അപ്പൂട്ടാട് നിന്നെ പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ വ്ളോഗിൽ ഇട്ട് വെച്ച ഒരു ഡയലോഗാണ്. നിന്റെ ചേച്ചി നിന്റെ അമ്മയൊക്കെ ജോലി ചെയ്യണം, ഞാൻ ഇവിടെ വെറുതെ ക്യൂട്ട്നെസ് വിട്ട് ഇമാതിരി വ്ളോഗും ചെയ്ത് ഇവിടെ ഇരുന്നോളൂ എന്നുള്ള സാധനമാണ് എടുത്തിട്ടുള്ളത്. 2 എഡിറ്ററൊക്കെ ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരുത്തന് വീശി കൊടുക്കുക, ഞാൻ അന്നേ പറഞ്ഞതാ. ഓക്കെ, അങ്ങനെ 2 എഡിറ്ററൊക്കെ വെച്ചിട്ട് വലിയ സംഭവം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാടി ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന? പോട്ട് നിന്റെ അപ്പൂട്ടനെ പറ്റിക്കുന്ന, അപ്പൂട്ടന്റെ വീട്ടുകാരെ പറ്റിക്കുന്ന. നിനക്കൊരു കോപ്പ് പറഞ്ഞുകൂടാ ഞാൻ ജോലി ചെയ്യാത്ത മറ്റേ തമ്പുരാട്ടിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് അങ്ങ് വലിയ സംഭവമായിട്ടൊന്നും വയ്ക്കണ്ട. അതുപോലെ അപ്പൂട്ടന്റെ വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ളതാണ്, ഇവള് വ്ളോഗറാണ്, ഇവക്ക് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പിടിച്ചിരുത്തേണ്ട കാര്യമൊന്നുമില്ല. പണിയെടുക്കണമെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി പെണ്ണുങ്ങൾ മാത്രം പണിയെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അപ്പൂട്ടനും പണിയെടുക്കണം. ചിലപ്പോൾ ചിലവർ അങ്ങനെ ചിന്തിക്കുമോ, പെണ്ണുങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്തിന് ബാക്കിയുള്ളവർ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തിന്നാൻ വെച്ച് നിന്റെ കണ്ണാക്കി കൊണ്ട് തൊരി തരണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും പണിയെടുക്കണം, പണിയെടുത്ത് തന്നെ ജീവിക്കണം. ബാക്കിയുള്ളവർ വയ്ക്കും നിനക്കൊക്കെ സമയം വെട്ടി വിഴുങ്ങാനും അണ്ണാക്കിലോട്ട് കൊണ്ട് തള്ളിത്തരും. അത് ആ പരിപാടി അത് അത്ര ഫെയർ ആയിട്ടുള്ള പരിപാടിയില്ല. ഈ അപ്പൂട്ടൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ അവർ മനുഷ്യരല്ലേ? അവർ മാത്രം കിടന്ന് ജോലി ചെയ്ത് നിനക്കൊക്കെ സമയം കൊണ്ട് തിരി തരണോ? പണിയിടറി പോയി അടുക്കളയിൽ. അതുപോലെ അപ്പൂട്ട നീയും മറ്റേ അവിടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫ്രീലാൻസർ എന്ന് പറഞ്ഞ് നടക്കാൻ പോയി അടുക്കളയിൽ പോയി പണിയണം, അവരെ സഹായിക്കട. അവൾക്ക് ഒന്നും അറിയത്തില്ല, തള്ളി അങ്ങ് മറിച്ച് ആദ്യമേ അങ്ങ് ലൈസൻസ് എടുത്ത്. അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ക്യൂട്ട്നെസ് ഓവറലോട് ക്രിഞ്ചാണ്, അയ്യോ തക്കുട്ട് വാവേ ഈ സെറ്റപ്പിൽ അങ്ങ് ആദ്യം അടിച്ചങ്ങ് വച്ച് കഷ്ടം. ബാക്കി പണം ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ എണീറ്റ് അമ്മ കേട്ട ചീത്ത വിളിക്കും. 7 മണിയാണ് ഗൈസ്. 5 മണിക്ക് എണീറ്റ് എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ കണ്ണും ശരീരവും സമ്മതിച്ചില്ല. ഉറങ്ങ് കണ്ണ ഉറങ്ങുറ അങ്ങനെയായിരുന്നു ഗൈസ് മൈൻഡ്. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റി ബോയ് ഫ്രണ്ട് കംഡാ, പ്രത്യേകിച്ച് എവൻ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇഷ്ടമല്ലേ? ഇനിയിപ്പോൾ പോവേ. ഓക്കെ, അപ്പമാണ് ഗൈസ് ഉണ്ടാക്കണം. അപ്പവും മുട്ടക്കറിയും ആൻഡ് സം പനീർ ബുർജിയാണ് ഗൈസ് ഉണ്ടാക്കണത്. പ്രോട്ടീൻ. യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ ഗൈസ്. കണ്ണൊക്കെ ചെത്തിരിക്കണമെന്ന് എനിക്ക് ഇനി മതിയായില്ല ഉറങ്ങിയിട്ട്. ഇനി ഒരു 12-1 മണി വരെ ഉറങ്ങിയ സബലമീ ജീവിതം. സോ ഗൈസ് കമോൺ. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് എഗ് കറിയാണ് ഗൈസ്, മുട്ടക്കറി. അപ്പവും മുട്ടക്കറി. സോ മുട്ടക്കറിക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കടു അങ്ങോട്ട് വറുക്കാം. കേട്ടല്ല, അതായത് അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ പോയാണ്. മുട്ടക്കറിയിൽ ആദ്യമായിട്ട് ഞാൻ കടു വറുത്തിടാൻ പോയാണ്. അപ്പം നിനക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയാമല്ലേടി? അല്ലേടി കൊച്ചു കുറുമ്പി നിനക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയാമല്ലേ? ഞാൻ വിചാരിച്ചു നിനക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. നിനക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കിപ്പം മനസ്സിലായി. കണ്ടല്ലോ, അപ്പുറത്ത് പോയിട്ട് എന്താ പറഞ്ഞേ? അയ്യോ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല, പിന്നെ മേ ബി ഞാനിനി ശീലിച്ചേ വരത്തുള്ളൂ. തള്ളല്ലോ, ഇങ്ങനെ തള്ളല്ലോ, അയ്യോ പച്ച തള്ളു. ആ വീട്ടുകാരെ മൊത്തം പറ്റിച്ച്. എൻ്റെ പൊന്ന് അപ്പൂട്ടൻ്റെ പെങ്ങളെ നിങ്ങൾ അട്ടക്കം പറ്റിച്ച് തേച്ചൊട്ടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 കമ്പ്യൂട്ടർ 2 ഫോണും എടുത്ത് വെച്ചിട്ട് അയ്യോ എനിക്ക് പണിയുണ്ട്, എൻ്റെ വ്ളോഗിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കും. തള്ളു തന്നെ. ഇവളെപ്പോലെ ഒരു മെഗാ തള്ളു വേറെ ഇല്ല. തള്ളു ഇമാതിരി തള്ളുകളിയ പുട്ടുകുറ്റി പോലും തോറ്റു. ആഫ്റ്റർ മാരേജ് സംതിങ് ഈസ് ഓവർ ഫീൽ സംതിങ് ക്രിഞ്ച്. ക്രിഞ്ച് എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും. ഊളത്തന്നെ. അയ്യോ സത്യം ക്യൂട്ട്നെസ് അങ്ങോട്ട് വാരി വെതർ. അയ്യോ കല്യാണം കഴിഞ്ഞതോടെ നോർമൽ അല്ലെന്ന് തോന്നുന്നു, അബ്നോർമലായി. സത്യമുള്ള കാര്യമാണ്. നല്ലൊരു വ്ളോഗറായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പം എവിടെയോ കിളി പോയ പോലെ. സത്യം, അതും കറക്റ്റാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ കിളി മാത്രമല്ല, ഇവളെ പരുന്ത് വരെ പറന്ന് പോയിട്ടുണ്ട്. അമ്മാതിരി ലെവലാണ് ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓവർ ആക്ടിങ് കൂടുതലാണ്. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ഒട്ടും ഒറിജിനാലിറ്റി ഇല്ല. അതെ, കറക്റ്റാ. ഒറിജിനാലിറ്റി ഇല്ല, ആർട്ടിഫിഷ്യാലിറ്റിയും. അതുലേ പോട്ടറ. ഇനി വേറൊരു വീഡിയോ കാണാം. ഇതിപ്പോൾ ആൾക്കാർ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇവളുടെ ഓവർ ആക്ടിങ്ങിനും ഈ മറ്റേ ക്യൂട്ട്നെസ് വാരി ഉതർന്ന ഇമാതിരി വർത്താനം കേട്ട് ഞാൻ ആർക്ക് തന്നെ ചൊറിഞ്ഞു വരില്ല. കുറേ പൂക്കികൾ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. അല്ലാതെ സാധാരണ നമ്മളെ പോലെയുള്ളവന്മാർക്കൊന്നും പിടിക്കത്തില്ല. നമ്മളുള്ളതുള്ളതല്ല വിളിച്ചു പറയും. ഇതെന്തോന്ന് പൂക്കി തന്നെ കാണിക്കുന്നത്? കണ്ട മനുഷ്യന് വെള്ളം ഇറങ്ങണ്ടേ ഇമാതിരി പൂക്കി തന്നെ? ഇതൊക്കെ ആരാ കണ്ടോണ്ടിരുന്ന് കൈ അടിക്കുന്നത്? വെട്ടവളയന്മാർ വെട്ടവാളയത്തുള്ള. അല്ലാണ്ട് എന്താ പറയാനാ? അയ്യോ അവള് ക്യൂട്ട്നെസ് ഈ സാധനം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്താന്ന് പറയണ? ഊളത്തനം, വെറും പൂക്കിത്തനം. അയ്യോ അതിന് വേറൊരു വീഡിയോ ഉണ്ട്, അത് കാണാം. കൊള്ളാമോ എന്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമോ? തുറന്നേര് വന്ന്
കൊറേ ബാഗും കൊള്ളാമോ? താങ്ക് യു. താങ്ക് യു. ഇത് ഭയങ്കര സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ ഇത്? അയ്യോ എന്നെ പിടിക്കോ? പുതിയ വേണ്ട എന്നെടുത്താ? என்ன ஒரு பிரமாதமான ஒரு புது அழகும் கிட்ட இருக்கு. പുതു അഴക് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. താങ്ക്സ്. മണമുണ്ടാ? സെറ്റി സ്പ്രേ ഒക്കെ അടിച്ചു. വേണ്ട വേണ്ട, ഒറ്റ സെക്കൻഡ്. Panja, panja, kata, tak jual ke cuci, mama cuci, എന്തരട്ടെ ക്യൂട്ട്നെസ് വാരി വിതരണത്? എന്തരട്ടെ പൂക്കിമോ കണ്ട? പൂക്കിമോ എടുത്ത് എന്തരട്ടെ പണി വച്ചിരിക്കേ. ഗംഗയ്ക്കാണ് സംസാരം ഇങ്ങനെയാണ്. എന്റെ ഔഷധം കാണാനുണ്ട്, എന്റെ ഔഷധം കണ്ട ശശിയായിട്ടുണ്ടോ? ഇത് മറ്റേ ആറാട്ടെണ്ണം പറഞ്ഞല്ലേ ശശി. എന്തോന്നടാ ഇത്? അയ്യേ, ഇത്രയും ക്രിഞ്ച് ഒഴുകണ്. തേനും ഭയമ്പം നാവിൽ വനം പാടി അന്ത മാതിരി ഒഴുകണ്. ഇറ്റ്സ് അൺസൈക്കബിൾ പോക്കിയേ. വാ, വാട്ട് അമേസിങ് പോക്കിയേ. സഹിക്കാൻ പറ്റില്ല. എന്തോന്നാണ് ഇത്? ദൈവത്തിനറിയാം, ബാക്കി കാണാം. വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് അടിപൊളി. പക്ഷെ രാവിലെ എണീറ്റ് പോകാനുള്ള ഒരു പ്രശ്നം മാത്രം. തന്നെ എല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് നടന്ന് സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്കേ അപ്പൊ ഞങ്ങൾ പറയണം എന്താ കഴിച്ചു? ഞാൻ കഴിച്ചില്ല. കഴിച്ചില്ല. കുറച്ച് ചോറും ഒരു പീസ് ചൂരക്കണ്ടം. ഒരു പീസായിട്ട് കടയിൽ നിന്ന് തന്നാ? ഒരു പീസ്, ഒരു വലിയ പീസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ കഴിച്ചില്ല, 4:30 നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് വീണ്ടും കഴിച്ചില്ല. കഴിച്ചിട്ട് നമുക്ക് വീണ്ടും പൂക്കിമോളും. അയ്യാ, ഇതൊക്കെ കണ്ടിട്ട് ആരടാ സപ്പോർട്ട് ചെയ്യണം? ഞാൻ കഴിച്ചില്ല, ഞാനൊരു ചൂരക്കണ്ട കഴിച്ചോളൂ, ഞാൻ ചൂരക്കണ്ട മാത്രമേ കഴിച്ചോളൂ. അപ്പുക്കുട്ടി കഴിച്ചില്ല, ഞാൻ 4 മണി കഴിച്ചില്ല. 8 നമുക്ക് കഴിക്കാം, ഞാനും കൂടെ കഴിച്ചിട്ട് ബാക്കി കാണാം. വിശക്കണം എനിക്ക്, അതുകൊണ്ട് ചെറിയൊരു വിശപ്പടിച്ചു. എനിക്കും വിശക്കണം, കഴിക്കണ കാര്യം പറഞ്ഞു, അത് വിടും. ഓക്കെ, അപ്പോൾ പൂക്കിമോളും കൂടി നല്ലപോലെ ക്രിഞ്ച് അടിച്ച് ഒലിപ്പിച്ച് തേനൊലിപ്പിച്ച് കിടക്കണം. ഇത് കണ്ട് കൈയടിക്കുക. അയ്യോ, നമ്മുടെ ഗംഗ ചേച്ചി ഉയിര് തൈര് എന്ന് വിളിക്കാൻ കുറെ കാട്ട് കഴിവുകൾ ഒന്നുമില്ല പറയട്ടെ. ഇനി വേറൊരു വീഡിയോ കാണാം. മടിയിലിരുന്നേ കൊഞ്ചത്തുള്ളൂ. അയ്യോ, എന്താടാ സ്നേഹം, ഇതൊക്കെ അങ്ങോട്ട് പോകെ കണ്ടാൽ മതിയായിരുന്നു. ഇവൻ ആദ്യം ഒരിക്കൽ വേണ്ട ഡിവോഴ്സ് ആയി. അതിന്റെ റീസൺ പോലും അറിയത്തില്ല. ഇങ്ങനെയാണ് ആ റീസൺ മിക്കവാറും പുറത്ത് വരും. ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ രാവിലെ ഇഡ്ഡലി എടുത്ത് കൊടുക്കണം, എങ്കിലേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാലും പുള്ളിക്കാരുടെ അടുത്ത് കഴിക്കൂല, ആരിലും എടുത്ത് കൊടുക്കണം. അപ്പം അങ്ങനത്തെ നിർബന്ധമൊന്നും അവർക്കാർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ 2 വീട് മാറി നിൽക്കും എന്നാണ് നമ്മളെ പ്ലാൻ. നമ്മളെ സൗകര്യം അനുസരിച്ച് അവരൊക്കെയാണ്. പക്ഷെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യണം അവരെ. അത് അങ്ങനെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തതുകൊണ്ട്. ബെഡ്റൂമിൽ ചെയ്യടെ റീലെടുത്ത് നാട്ടുകാരെ കാണിക്കാതെ എന്തിടെ എന്റെ തുടക്കം സ്റ്റാർട്ടിങ് ആണല്ലോ നീ. ഉമ്മ വയ്ക്കുന്നു, മടിയിലിരിക്കുന്നു, സ്നേഹിക്കുന്നു, കുഞ്ചുന്നു. സ്നേഹം തേനല്ല, മോഹം തേനല്ല, കണ്ണീരും കൈലേസുമല്ല. എന്താണ് എന്തിനെന്നറിയില്ല, എപ്പോഴോന്നറിയില്ല, എങ്കിലും നിന്നെ എനിക്കിഷ്ടമായി. പൂക്കി മക്കളെ കൊണ്ട് തോറ്റ്. പൂക്കി തന്നെ അല്ലാണ്ട് വേറെ ഒന്നും കാണിക്കത്തില്ല. മടിയിലിരുന്ന് കൊഞ്ചുക. അയ്യോ, അല്ലാതെ രണ്ടിന് ഓക്കെ, 2 ബെഡിൽ 2 അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് സ്നേഹം കാണിക്കുന്നതാ. അയ്യോ. ഇപ്പൊ കുറെ പൂക്കികൾ വന്നിട്ട് കമന്റ് ചെയ്യും, നിനക്കെന്താടാ അവരുടെ ലൈഫിൽ കാര്യം, നിനക്കെന്താടാ ഇവരുടെ ലൈഫിൽ കാര്യം. കൊണ്ടിട്ടാ ഞാൻ പറയും അല്ലേ പോടാ. എന്തായാലും പൂക്കി മക്കളെ കൊണ്ട് തോറ്റ്. അടുത്ത് ബാക്കി ഇവളെ കിച്ചൺ ഡ്യൂട്ടി കാണാം. കുഞ്ഞു പൊതിച്ചോറാണ്. അപ്പം കുഞ്ഞു മുട്ട മതി. ഗൈസ്, ഫൈനലി നമ്മൾ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് റെഡി, നമ്മളെ മോര് കാച്ചിയത്, നെത്തോലി ഫ്രൈ, ഓംലേറ്റ്, ബീട്രൂട്ട് തോരൻ, കോവയ്ക്ക വിഴുക്ക്, ചമ്മന്തി, കണ്ണിമാങ്ങ അച്ചാർ. കയ്യടി
ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതും പോരാ. ഗൈസ് ആദ്യം നമ്മള് അമ്മ നില്ല അബിക്കുട്ടനൊക്കെ തന്നെ ആദ്യം ചോറിട്ട് ആദ്യം മെയിൻ പൊതിച്ചോറാണ് ഉണ്ടാക്കണത്. ഇത് മീനാക്ഷിക്കാണ് മെയിൻ. ഗൈസ് നെക്സ്റ്റ് നമ്മള് ബീട്രൂട്ട് തോരൻ വയ്ക്കാണ്. മോക്കൊന്നും ഉണ്ടാക്കാറിഞ്ഞൂടെന്നാണ് മോളൊന്ന് പറഞ്ഞത്. കണ്ടല്ല, മോക്കെല്ലാം അറിയാം. എന്നിട്ട് പറഞ്ഞു അയ്യോ ഞാനൊന്നും പഠിച്ചില്ല രാമനാരായണൻ. നീ വാ അന്ന് പറഞ്ഞത് പറ, അന്നല്ല ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പറ. കറി മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത് ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം എനിക്ക് ഗംഗ ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടെ വയസ്സ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്നോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാര്യം എത്താണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോകണം. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം என்னடா பண்ணி வச்சிருக்கே லோகேஷ் போல இப்படி ஒரு படம் பண்ண மாட்டேன்டா, அந்த மாதிரி பண்ணி வச்சிருக்கே. തള്ളു തന്നെ കെട്ടിപ്പോയ വീട്ടിൽ പോയി ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ലൈസൻസ് എടുക്കണം. എനിക്കൊന്നും അറിയത്തില്ല. കള്ളിയടാ, ഇതിനെ കള്ളി എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഡപ്പുട്ട നിന്നെ നിന്റെ കുടുംബത്തെ പറ്റിച്ചടാ അവള്. സത്യം ഉള്ള കാര്യം. ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി കണ്ട അവൾക്ക് പൊതിച്ചോറിൽ എല്ലാം കറക്റ്റായിട്ട് കൂട്ടാനടക്കം എല്ലാം കറക്റ്റായിട്ട് വിളമ്പി പൊതിഞ്ഞെടുത്ത് കൊടുക്കാനും അറിയാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അറിയാം, എല്ലാം അവൾക്ക് അറിയാം. എന്നിട്ട് അവള് തള്ളി മറിച്ച് നിന്നെയൊക്കെ പറ്റിച്ച് ഫ്ലാറ്റ് ആക്കിയടേ. കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ പണ്ണാൻ പറ്റുമോ മനുഷ്യന്മാർക്ക്? ഇമാതിരി പണി വെച്ചിരിക്കേ, ഒന്നും പറയാനില്ല. അയ്യോ തള്ളു അതിൻ്റെ ഇടയിൽ കൂടി ഇവളെ ക്രിഞ്ച് ഗൂഡ്നസ് എല്ലാം കൂടി വാരി വതറണ കാണുമ്പോൾ എൻ്റെ പൊന്നെണ്ണ അതുലണ്ണന് പറ്റുന്നില്ല ഇതൊന്നും സഹിക്കാൻ. അയ്യോ എൻ്റെ പൊന്നെ പ്രേക്ഷകരെ, ഞാൻ എന്തൊക്കെ ഈ ജീവിതത്തിൽ കാണണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും പറയാനില്ല. ഇവളുടെ നാടകം അഭിനയമൊക്കെയാണ്. ആൾക്കാർക്ക് കുറെ പേർക്ക് ബോധം വിവരമുള്ളവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അല്ലാത്തവർ കുറെ അയ്യോ എൻ്റെ പൊക്കിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കടാന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. അല്ലാത്തവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. കാര്യങ്ങൾ മനസ്സിലായവർ നൈസായിട്ട് നല്ല പോലെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുന്നുമുണ്ട്. നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കണ്ണി പൊടിയിടാനായിട്ട് വേറെ ജാലിയില്ല. ഇമാതിരി ക്രിഞ്ചി അടിച്ച് കുളത്തരം കാണിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടാ ഞാൻ പറയും, ബാക്കിയുള്ളവർ പറയും. ഇത് കേൾക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടിടുക. ഇനി പൂക്കി ഫാൻസിനും കേട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേൾക്കണ്ട, പോയി കുഞ്ഞിരി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ ഞാൻ നിൽക്കുന്നിടത്ത് ജനക്കൂട്ടം എന്ന് ആരോ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ പൂക്കി മക്കളെ ശരി. ഇനിയെങ്കിലും നല്ലവണ്ണമൊക്കെ ജീവിക്കാൻ നോക്ക്. പട്ടി ചോളം കാണിച്ച് കിടക്കാണ്ട് ആനപ്പിണ്ടം വിട്ട് കഴിഞ്ഞാൽ ആ പിണ്ടം വെറും ചൈടിയാണ്. പിന്നെ ആ പിണ്ടത്തിൽ ആരും കിണ്ടി നോക്കാൻ പോയിട്ട് കാര്യമില്ല കേട്ടാ. അതുകൊണ്ട് വെറും ആനപ്പിണ്ടമായി മാറാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ആനപ്പിണ്ടത്തിന് ക്വാളിറ്റി ഉണ്ട്, ചന്ദനത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഏത് അഗർബത്തീസ് അതൊക്കെ വിട്, നമ്മളെ വിഷയമൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ പട്ടി ഷോ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കി പൂക്കിത്തനം കാണിക്കാണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പൂക്കിത്തനവും കാണിച്ച് ഊളത്തനവും കാണിച്ച് നട്ട് കിടക്കുന്നു ഉണ്ടല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.